താനാണോ തക്കാളിപ്പെണ്ണിന്റെ കണ്ണിൽ മുളക് തേച്ചത്? അയ്യോ ഇഞ്ചി പോലീസേ, അത് ഞാനല്ല. സവാളച്ചക്കന്റെ കൂടെ കറങ്ങി നടന്നപ്പോ എന്തോ പറ്റിയതാണ്. സത്യം പറ, അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ച് നിന്റെ നട്ടല്ലൂരും. നീയാണിത് ചെയ്തതെന്ന് എനിക്കെല്ലാ തെളിവുകളും ഉണ്ട്. അയ്യോ സാറേ ഇടിക്കല്ലേ, സത്യമായിട്ട് ഞാനല്ല, അവനാണ്, ആ സവാളച്ചക്കനാണ് എല്ലാം ചെയ്തത്. എടോ PC, ഇവനെ ആ സെല്ലിനകത്തേക്കിട്ടേക്ക്. ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഫ്രീ ആയി സിമ്പിളായി എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ടോക്കൺ വീഡിയോ നമുക്ക് ഫോണിൽ തന്നെ ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇതുപോലുള്ള ഒബ്ജക്റ്റ് ടോക്കിംഗ് വീഡിയോകൾ ജനറേറ്റ് ചെയ്യാനായി നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് ഏതൊരു ഒബ്ജക്റ്റ് ആണോ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടർ നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു വെജിറ്റബിൾ ആണെങ്കിൽ ആ വെജിറ്റബിൾ വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടർ ആദ്യം വേണം, എങ്കിലേ നമുക്കൊരു വീഡിയോ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇതുപോലുള്ള AI ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് ഒരു ക്യാരക്ടേഴ്സിൻ്റെ രൂപത്തിൽ എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ആദ്യം കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിന് നമുക്ക് അങ്ങനെ പ്രോംപ്റ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതുപോലുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. നമുക്ക് ChatGPT ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ChatGPT ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ChatGPTയിൽ സാധാരണ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്ന രീതിയിലല്ല നമ്മൾ ക്യാരക്ടേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളിവിടെ മുകളിൽ ഈ കാണുന്ന ഈ 2 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ താഴെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, പ്ലഗിൻസ് എന്ന്. അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്കിവിടെ മുകളിൽ കാണാം പ്ലഗിൻസ് എന്ന് ഒരു ആരോ മാർക്കോട് കൂടി. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ GPTC എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്രീനാവും ഓപ്പൺ ആയിട്ട് വരിക. മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ ഒബ്ജക്റ്റ് ടോക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കാണാം വൈറൽ AI ടോക്കിംഗ് ഒബ്ജക്റ്റ് വീഡിയോ ജനറേറ്റർ എന്ന്. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഒരു ബോട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടേഴ്സിനെയും വീഡിയോയ്ക്ക് വേണ്ട പ്രോംപ്റ്റും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി എന്ത് ഒബ്ജക്റ്റ് ആണോ നമുക്ക് വേണ്ടത് അതിൻ്റെ പേര് മാത്രം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റും അതുപോലെ അതിൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ട ചെറിയൊരു പ്രോംപ്റ്റും നമുക്കിവിടെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബോട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. നമുക്ക് വെജിറ്റബിളിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പാവയ്ക്ക എന്ന് ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കൊരു പാവയ്ക്കയുടെ ക്യാരക്ടർ ജനറേറ്റ് ചെയ്യാനുള്ള ഇമേജ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റും വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റും നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ പാവയ്ക്ക എന്ന് മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഏതൊരു ഒബ്ജക്റ്റിൻ്റെ പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് സെൻഡ് ചെയ്താലും അതിനൊരു ക്യാരക്ടറായി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റും ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റും നമുക്കിവിടെ ഇത് ജനറേറ്റ് ചെയ്ത് തരും. ഇനി നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് ഈ ക്യാരക്ടർ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ChatGPTയിൽ തന്നെ ഈ ക്യാരക്ടറെ ജനറേറ്റ് ചെയ്യാം. അതുപോലെ ഒരു പ്രാവശ്യം നിങ്ങളിത് സെർച്ച് ചെയ്ത് ഈ ഒരു ബോട്ടിനെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മേലെ ഇതിൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ പിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇത് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സമയവും ഇത് യൂസ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് ഇവിടെ നിന്നും കോപ്പി ചെയ്ത് നമുക്ക് ക്യാരക്ടർ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അതിനായി നമുക്കൊന്ന് ബാക്ക് പോയിട്ട് ChatGPTയിൽ ഒരു സാധാരണ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ക്രിയേറ്റ് ഇമേജ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9:60 എന്നത് 16:9 എന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇമേജ് ജനറേറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടറായിട്ട് തന്നെ ഒരു പാവക്ക നമുക്കിവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോക്ക് യോജിച്ച ഒരു ക്യാരക്ടറാണ് നമുക്ക് ജനറേറ്റ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയുടെ പ്രോംപ്റ്റിലുള്ള കുറച്ച് ഡയലോഗ് ഉണ്ട്, അത് ഹിന്ദിയിലാണ്. ഇനി നമുക്കതൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് കൂടി ചെയ്യാം. നമ്മൾ പിൻ ചെയ്ത് വെക്കുന്ന ബോട്ടുകളും ചാറ്റുകളൊക്കെ നമുക്ക് ഇവിടെ ഈ പിന്നടി എന്ന സെക്ഷനിൽ ഇവിടെ കാണാനായിട്ട് പറ്റും. ഡയലോഗ് ഇവിടെ ഹിന്ദിയിലാണ് തന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് കോപ്പി ചെയ്തിട്ട് നമുക്കിതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം. വീണ്ടും നമ്മൾ ക്യാരക്ടറെ ജനറേറ്റ് ചെയ്ത ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ടൊരു ചെറിയ ടെക്സ്റ്റ് കൊടുക്കാം. ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊരു ടെക്സ്റ്റ് കൂടെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഈ ഒരു ഡയലോഗാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാം. അതിനായി നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തും അല്ലാതെ ഓൺലൈനായും ഈ ഒരു AI ടൂളിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിളിൻ്റെ തന്നെ ഫ്ലോ AI എന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോ AI എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടിൽ കാണാം ഗൂഗിൾ ഫ്ലോ ബീറ്റ എന്ന്. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു സ്ക്രീനാവും നിങ്ങൾക്ക് വരിക. നിങ്ങൾ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 50 ഫ്ലോ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ഓരോ ദിവസവും റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇന്ന് ഈ 50 ക്രെഡിറ്റ് യൂസ് ചെയ്താൽ നാളെയും നിങ്ങൾക്ക് 50 ക്രെഡിറ്റ് ഇതിലേക്ക് ആഡായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് 50 ക്രെഡിറ്റ് വെച്ചിട്ട് എത്ര വീഡിയോ ജനറേറ്റ് ചെയ്യാമെന്ന് വഴിയെ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ന്യൂ പ്രൊജക്റ്റ് എന്ന്. ഇവിടെ ഒരു പ്ലസ് ഐക്കണും ഒരു ന്യൂ എന്നൊരു ഐക്കണും ഇവിടെ കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നമ്മൾ വീഡിയോകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ഇമേജ് എന്നൊരു ഐക്കൺ കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വീഡിയോ എന്ന് വലതുവശത്തായിട്ട് കാണാം. ഇതിലേക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഓരോ സെറ്റിങ്സുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഏത് റേഷ്യോ ആണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് റീൽസ് വീഡിയോകളാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് എങ്കിൽ 9:60 എന്നതും, നിങ്ങൾ ലോങ് വീഡിയോകളാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 16:9 എന്ന ഈ ഒരു റേഷ്യോയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെ കാണുന്ന 1x 2x എന്നൊക്കെ ഈ കാണുന്നത് എത്ര വീഡിയോകൾ നിങ്ങൾക്ക് ഒരേ സമയം ജനറേറ്റ് ചെയ്യണം എന്നതാണ്. ഇതിൽ 1x തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ അതിന് താഴെ കാണുന്നത് സെക്കൻഡുകളാണ്. എത്ര സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നാണ്. ഞാനിവിടെ 10 സെക്കൻഡാണ് സെലക്ട് ചെയ്യുന്നത്. 10 സെക്കൻഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ മുകളിൽ കാണാം 15 AI ക്രെഡിറ്റ്സ് ഇതിന് യൂസ് ചെയ്യും എന്നുള്ളത് നമുക്കിവിടെ മേലെ കാണാം. ഇതിൽ നമ്മൾ ഓരോ ഇതിലും ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊക്കെ എത്ര ക്രെഡിറ്റാണ് യൂസ് ചെയ്യുക എന്നിവിടെ മേലെ കാണാനായിട്ട് പറ്റും. ഞാനിവിടെ 10 സെക്കൻഡ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ AI ടൂള് ഒമ്നി ഫ്ലാഷ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് VO3.1 ലൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 10 ക്രെഡിറ്റ് ആണ് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ VO3.1 ഫാസ്റ്റ് ആണെങ്കിൽ 20 ക്രെഡിറ്റ്, 3.1 ക്വാളിറ്റി ആണെങ്കിൽ 100 ക്രെഡിറ്റ് ഒരു വീഡിയോക്ക് അവർ ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ VO3.1 ലൈറ്റാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് 5 വീഡിയോകൾ ഒരു ദിവസം ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്പ് വെച്ച് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ഒമ്നി ഫ്ലാഷാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് 10 സെക്കൻഡ് വീഡിയോകൾ ജനറേറ്റ് ചെയ്യാം. മറ്റുള്ള ടൂൾസിലെല്ലാം 8 സെക്കൻഡ് വീതമാണ് നിങ്ങൾക്ക് വീഡിയോകൾ ജനറേറ്റ് ആയി വരിക. ഇനി നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ChatGPT ഓപ്പൺ ചെയ്ത് നമുക്ക് ആ പ്രോംപ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഇതാണ് നമുക്ക് വീഡിയോ ജനറേഷനായിട്ട് തന്നിട്ടുള്ള പ്രോംപ്റ്റ്. ഇതൊന്ന് നമുക്ക് കോപ്പി ചെയ്തെടുക്കണം. ഡയലോഗ് നമ്മൾ മലയാളത്തിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഈ ഡയലോഗ് നമ്മൾ കോപ്പി ചെയ്യേണ്ട. ബാക്കിയുള്ള പ്രോംപ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ഫ്ലോ AIയുടെ ആപ്ലിക്കേഷൻ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ പ്രോംപ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഈ ഡയലോഗിന് ശേഷം ഹിന്ദി, ഇംഗ്ലീഷ് എന്നൊക്കെയാണ്, നമുക്കത് മലയാളം എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഡയലോഗ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ആരോ മാർക്ക് ഇതൊന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ആഡ് ചെയ്ത് കൊടുക്കണം. ഈ 2 കുത്തും ഈ കോമയും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡയലോഗ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഒരു ഡയലോഗ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെർട്ടിക്കൽ അല്ല ഞാൻ വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത്, ലാൻഡ്സ്കേപ്പാണ്. അതുകൊണ്ട് ഞാനിതിവിടെ എഡിറ്റ് ചെയ്തിട്ട്
അത് ഒഴിവാക്കുകയാണ്. വീഡിയോക്ക് വേണ്ട ആസ്പെക്ട് റേഷ്യോ നമ്മളിതിൽ ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളത് പ്രോംപ്റ്റിൽ അത് വേണമെന്നില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ക്യാരക്ടറിനെ ഈ പ്രോംപ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ കാണുന്ന ഈ പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇമേജ് എന്നത് സെലക്ട് ചെയ്ത് പെർമിഷന് അഗ്രി കൊടുക്കാം. നമ്മൾ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ക്യാരക്ടറിനെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരക്ടർ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ക്യാരക്ടറുടെ ഒരു ഇമേജ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ പാവയ്ക്കയാണ്. എന്നെ നിങ്ങളുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൂ. നിങ്ങളുടെ ശരീരത്തെ അകത്തു നിന്ന് കൂടുതൽ ശക്തവും ആരോഗ്യകരവുമായി നിലനിർത്താൻ സഹായിക്കും. ദിവസവും അല്പം പാവയ്ക്ക കഴിക്കൂ, ആരോഗ്യം നേടൂ. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഡയലോഗ് അതേപോലെ തന്നെ മലയാളത്തിലൂടെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഡയലോഗ് കൊടുത്ത പോലെ വരുന്നില്ല, അല്ലെങ്കിൽ മലയാളം കൊടുത്തിട്ടും ഇംഗ്ലീഷാണ് വരുന്നത് എന്നൊക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു 10 സെക്കൻഡ് വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ 10 സെക്കൻഡിൽ ഉൾക്കൊള്ളാവുന്ന ഡയലോഗുകൾ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഡയലോഗ് 10 സെക്കൻഡിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് ടൈമർ വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ 8 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ 8 സെക്കൻഡിൽ ഉൾക്കൊള്ളുന്ന ഡയലോഗുകൾ മാത്രം ടൈപ്പ് ചെയ്യുക. ഡയലോഗ് ഏറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആവും ഡയലോഗ് വരിക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 2 ക്യാരക്ടറുള്ള വീഡിയോകൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ വീണ്ടും ChatGPTയിലെ നമ്മുടെ പ്രോംപ്റ്റ് മേക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടെക്സ്റ്റ് കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. കേരളീയ ഫുഡായ പുട്ടും പഴവും ഒരു പ്ലേറ്റിൽ നിൽക്കുന്നു. ഇത്ര മാത്രമാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ 2 ക്യാരക്ടേഴ്സിനെയും ഒരുമിച്ച് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോംപ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്യാരക്ടറെ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പുട്ടും പഴവും ഒന്ന് ജനറേറ്റ് ചെയ്യാം. അതിനായി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് നമ്മളൊന്ന് കോപ്പി ചെയ്തെടുക്കണം. ആ ഒരു ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് നമ്മൾ പാവക്ക ജനറേറ്റ് ചെയ്ത അതേ ചാറ്റിലേക്ക് തന്നെ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുട്ടും പഴവും ക്യാരക്ടേഴ്സ് ഇപ്പോൾ ജനറേറ്റ് ആയി വരും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ക്യാരക്ടേഴ്സ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 9:16 ആണ് വന്നിട്ടുള്ളത്. എനിക്ക് വേണ്ടത് 16:9 ആണ്. അതുകൊണ്ട് ഞാനിതിൽ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് താഴെ കാണാം റീസൈസ് എന്ന്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്കിതാ വൈഡ് സ്ക്രീൻ ഇവിടെ ഏറ്റവും താഴെ കാണുന്നുണ്ട്. ഇവിടെ നമുക്കിതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഇമേജ് ക്രിയേറ്റ് ആയിട്ട് വരും. ആ ഒരു ഇമേജ് തന്നെ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്കതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന ഈ ഡൗൺലോഡിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ 2 ക്യാരക്ടേഴ്സിനും ഡയലോഗുകൾ ആഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ വീണ്ടും നമുക്ക് ഈ വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തെടുക്കണം. നമുക്ക് ആ വീഡിയോക്ക് വേണ്ട പ്രോംപ്റ്റ് ഇവിടെ നിന്നും കോപ്പി ചെയ്തെടുക്കാം. അത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലോ AI തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാം. വീണ്ടും ഞാനിവിടെ ഒരു ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു ന്യൂ പ്രൊജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇമേജ് എന്നത് മാറ്റി വീഡിയോ എന്നത് സെലക്ട് ചെയ്യാം. നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട വീഡിയോയ്ക്ക് വേണ്ട ടൈം, ടൂൾസ് എല്ലാം സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ ഡയലോഗ് എന്നുള്ളത് ഇവിടെ മലയാളം എന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഹിന്ദിയിലുള്ള ഡയലോഗുകൾ മാറ്റിയിട്ട് നമുക്കിവിടെ മലയാളം ഡയലോഗുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പുട്ടിനും പഴത്തിനും ഇവിടെ ഒരു ഡയലോഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ബനാനയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നിരാശയോടെ ബനാന എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഇമോഷണൽ ഒക്കെ നമുക്കിതിൽ
പ്രോംപ്റ്റിൽ ആഡ് ചെയ്ത അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗുകൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഡയലോഗായിട്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എടോ പുട്ടേ, പണ്ടത്തെ പോലെ എന്നെയൊന്നും ഇപ്പോൾ ആർക്കും വേണ്ടടോ. അപ്പോൾ അതിന് മറുപടിയായിട്ട് പുട്ട് പറയുകയാണ്, അതേടോ നാടൻ പഴമേ, ഇപ്പോൾ എല്ലാവർക്കും കടലക്കുട്ടനെയാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഞാൻ ഒരു ഡയലോഗ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എടോ പുട്ടേ, പണ്ടത്തെ പോലെ എന്നെയൊന്നും ഇപ്പൊ ആർക്കും വേണ്ടടോ. അതെടോ നാടൻ പഴമേ, ഇപ്പൊ എല്ലാവർക്കും കടലക്കുട്ടനെയാ വേണ്ടത്. നമ്മൾ കൊടുത്ത അതേ ഡയലോഗ് തന്നെ ഇവിടെ മലയാളത്തിൽ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ പാർട്ട് കൂടി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുകൂടി നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വീഡിയോ നമ്മൾ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഗാലറിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാന ഭാഗം നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കണം. അത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ വരുന്ന ഈ ബ്ലാക്ക് ഭാഗങ്ങളൊക്കെ ഒന്ന് നമുക്ക് ക്രോപ്പ് ചെയ്ത് റിമൂവ് ചെയ്യാം. ശേഷം നമുക്കിത് സേവ് ചെയ്യാം. വീണ്ടും ഞാൻ ഗൂഗിൾ ഫ്ലോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജനറേറ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ കാണാം റീയൂസ് പ്രോംപ്റ്റ് എന്ന്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്തെ ആ ഒരു സീൻ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡയലോഗ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ നേരത്തെ കൊടുത്ത ആ ഒരു ഡയലോഗുകളൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബനാനക്ക് കൊടുത്ത ഡയലോഗ് ഇങ്ങനെയാണ്, എന്ത് ചെയ്യാനാടോ പുട്ടേ, കാലം മാറുമ്പോൾ എല്ലാം മാറും. പിന്നെ സമാധാനിപ്പിക്കുന്ന സ്വരത്തിൽ പുട്ട്, താൻ സങ്കടപ്പെടാതിരിയടോ, ആരൊക്കെ നിന്നെ കൈവിട്ടാലും ഈ കുറ്റിപ്പുട്ട് നിന്നെ കൈവിടില്ല എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ അവസാന ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ പ്രോംപ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോയും കണ്ടിന്യൂവേഷൻ നഷ്ടപ്പെടാതെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ക്രെഡിറ്റ് 3 വീഡിയോകൾ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ തീരും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ചെയ്യാം. നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു ഇമെയിൽ ID വെച്ചിട്ട് വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും 50 ക്രെഡിറ്റ് ഇതിലേക്ക് ആഡായി വരും. അപ്പോൾ അതുപോലെ 3-4 ഇമെയിൽ IDകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോകൾ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാനാടോ പുട്ടേ, കാലം മാറുമ്പോൾ എല്ലാം മാറും. താൻ സങ്കടപ്പെടാതിരിയടോ, ആരൊക്കെ നിന്നെ കൈവിട്ടാലും ഈ കുറ്റിപ്പുട്ട് നിന്നെ കൈവിടില്ല. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട സീനുകളൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് ലോങ് വീഡിയോകളും ജനറേറ്റ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ലൈക്കാണ് നമുക്ക് വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള ഒരു ഊർജം കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.